കേരളത്തിന്റെ ഭരണരംഗത്ത് അഴിമതി എന്ന വാക്കുപോലും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രൊജക്ട് സീറോ എന്ന പേരിൽ സമഗ്രമായ പുതിയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. അഴിമതി രഹിതമായ ഒരു കേരളം എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവിഷ്കരിച്ച വിപ്ലവകരമായ ഒരു കർമ്മ പദ്ധതിയാണ് പ്രൊജക്ട് സീറോ. സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന സാധാരണക്കാർക്ക് കൈക്കൂലി നൽകാതെ തന്നെ അർഹമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. ഇതിനായി സർക്കാർ വിവിധങ്ങളായ കർശന നടപടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അഴിമതി തടയുന്നതിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ അഴിമതി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ അധികൃതരെ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുകയും വിവരം നൽകുന്നവരുടെ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. സുതാര്യമായ ഭരണനിർവഹണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സർക്കാർ ഓഫീസുകളെ പൂർണ്ണ നിരീക്ഷണത്തിലാക്കാനും ഇതിന്റെ ഭാഗമായി CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും അവർക്ക് ഒത്താശ ചെയ്യുന്നവരെയും കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയും അഴിമതി പിടികൂടുന്നതിനുള്ള ട്രോപ്പ് കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാനും ഇതിനായുള്ള കരട് രൂപരേഖ ഇതിനകം തയ്യാറാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അഴിമതി രഹിതമായ ഒരു കേരളം എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവിഷ്കരിച്ച വിപ്ലവകരമായ ഒരു കർമ്മ പദ്ധതിയാണ് പ്രൊജക്ട് സീറോ. സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന സാധാരണക്കാർക്ക് കൈക്കൂലി നൽകാതെ തന്നെ അർഹമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. ഇതിനായി സർക്കാർ വിവിധങ്ങളായ കർശന നടപടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അഴിമതി തടയുന്നതിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ അഴിമതി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ അധികൃതരെ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുകയും വിവരം നൽകുന്നവരുടെ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. സുതാര്യമായ ഭരണ നിർവഹണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സർക്കാർ ഓഫീസുകളിൽ പാവപ്പെട്ടവർക്ക് അർഹമായ സേവനങ്ങൾ കൈക്കൂലി നൽകാതെ തന്നെ ലഭിക്കണമെന്നത് സർക്കാരിന്റെ ഉറച്ച തീരുമാനമാണ്. ഇതിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അഴിമതി ഇല്ലാതാക്കാൻ കർശനമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി. അഴിമതിക്കെതിരായ ഈ പോരാട്ടം വെറുമൊരു ഔദ്യോഗിക നടപടി എന്നതിലുപരി ഒരു ജനകീയ മുന്നേറ്റമായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി ഉന്നതതല യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കി വരികയാണ്. അഴിമതിക്കെതിരെയുള്ള പ്രൊജക്ട് സീറോയ്ക്ക് പുറമെ സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ തൂഫാൻ എന്ന മറ്റൊരു പദ്ധതിയും സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ജൂൺ 1 മുതൽ ലഹരി വേട്ട ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അഴിമതിക്കെതിരെയുള്ള കർമ്മ പദ്ധതിയും ലഹരിക്കെതിരെയുള്ള നടപടികളും കൂടി ചേരുമ്പോൾ കേരളത്തെ കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായ ഒരു സംസ്ഥാനമായി മാറ്റാൻ കഴിയുമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രതീക്ഷ. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ കാലതാമസവും അഴിമതിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയും കർശന നിരീക്ഷണവും ഉപയോഗിച്ചുള്ള പ്രൊജക്ട് സീറോ പോലുള്ള പദ്ധതികൾ ഭരണത്തിൽ സുതാര്യത കൊണ്ടുവരുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഇതിന്റെ വിജയം എന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ എത്രത്തോളം കർശനമായി നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും പരാതികൾക്കും മുൻഗണന നൽകുന്നതിലൂടെ അഴിമതിക്കെതിരെ ശക്തമായൊരു ജാഗ്രതാ സംവിധാനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നത് സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ പദ്ധതി വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നത് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്.